ഒന്നാമത്തെ ആളുടെ പേര് എന്താ വിളസമോനെ? ബർത്തിമായി. ഇതിന്റെ പേരിന്റെ അർത്ഥം എന്താ? ഹോണറബിൾ സൺ, മാന്യനായ മകൻ. ഓ, നമ്മുടെ തലമുറയൊക്കെ മാന്യതയുള്ളതാണെന്ന് മറ്റൊരാൾ പറയുന്നത് കേൾക്കുന്നത് എന്ത് അല്ലെങ്കിൽ അന്തസാണെന്ന് അറിയാമോ? അയ്യോ, ആരും മിണ്ടുന്നില്ല. സ്തോത്രം. ഹോണറബിൾ സണ്ണാണ് അല്ലെങ്കിൽ അവന്റെ പേര്. അതിന്റെ അർത്ഥം. രണ്ടാമത്തെ ആടെ പേരാണ് ഈ പേരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത അർത്ഥമാണ് ഈ പുള്ളിക്കുള്ളത്. പക്ഷേ അവൻ അതിലേക്ക് വന്നു. സക്കായി എന്ന അവന്റെ പേര്. പക്ഷേ അതിന്റെ അർത്ഥം എന്താ അറിയാമോ? പ്യുവർ, ക്ലീൻ, ഇന്നസെന്റ് എന്നൊക്കെയാ അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. പക്ഷേ ആ പേരുമായിട്ട് എന്തെങ്കിലും അനർത്ഥമുണ്ടോ? ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യേശു നിന്ന് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അവന്റെ പേരിന്റെ അർത്ഥം മാറി. അവനെ പിന്നെ വിളിച്ച് എങ്ങനെയാണെന്നറിയാമോ? ഇസ്രായേലല്ല, അബ്രഹാമിന്റെ സന്തതി. സ്തോത്രം. ഇവനും അബ്രഹാമിന്റെ സന്തതിയാകയാൽ ഈ വീട് എന്തോന്നു? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി അല്ല ചില വ്യക്തികളുടെ പേരുകൾ മാറണം. ഞാൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരിക്കൽ ഒരു സംഭവം ഞാൻ കേട്ടു. വായിച്ചതാ പുസ്തകത്തിലൂടെ. അലക്സാണ്ടർ ചക്രവർത്തി, നിങ്ങൾക്കറിയാം, വേൾഡ് ഒത്തിരി 3/2 ഭാഗവും പിടിച്ചടക്കിയ മനുഷ്യനാണ്. അപ്പോ അദ്ദേഹം 3 മാസം കൂടി ഇരിക്കുമ്പോൾ അവരുടെ പ്രജകൾ ജോലി ചെയ്യുന്നവർ പടയാളികൾക്ക് ശിക്ഷ കൊടുക്കും. ഏതാളായാലും ശിക്ഷ കൊടുക്കും. അങ്ങനെ ഒരിക്കൽ ഒരാളെ പിടിച്ചുകൊണ്ടെന്ന് ഈ അലക്സാണ്ടർ ഇങ്ങനെ കസേരയിൽ ഇരിക്കുന്ന നല്ല എന്താ ആ ഒരു പ്രൗഢിയോടെ ഇരിക്കുക പുള്ളി. സ്വതന്ത്രം. എന്നിട്ട് ചോദിച്ചൊരു കാര്യമുണ്ട്. എന്താ കാരണം എന്നറിയാമോ? ഈ പടയാളി ഇരുന്ന് ഉറങ്ങി. കാരണം പടയാളിക്ക് ഉറങ്ങാൻ വ്യവസ്ഥയില്ല. പടയാളി ഈ കുന്തം പിടിച്ചോണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലയോ? 2 കുന്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ എക്സിന്റെ കൂട്ട് വെച്ചിട്ട് 2 പേര് ഇങ്ങനെ നിൽക്കത്തില്ലയോ? ഉറങ്ങാൻ പറ്റുകയില്ല. പക്ഷെ ഇവൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവനെ വിളിച്ചിട്ട് അലക്സാണ്ടർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിന്റെ പേരെന്താ? അവൻ പറഞ്ഞ അലക്സാണ്ടർ. അവൻ വിചാരിച്ചു ഈ ഉറക്കത്തിൽ പറയുവാന്ന്. ഇവനെ ഉറങ്ങിയിരുന്നപ്പോഴാണ് ഇവനെ വിളിച്ചോണ്ട് വന്നേ. ഇവൻ വിചാരിച്ചു ഉറക്കത്തിൽ ഇരിക്കുന്നുണ്ടായിരിക്കും, ഇവൻ കേട്ട് കാണത്തില്ല. വീണ്ടും ചോദിച്ചു, നിന്റെ പേരെന്താ? അലക്സാണ്ടർ. ദേഷ്യമായി. ആർക്ക്? അലക്സാണ്ടർ ദ ഗ്രേറ്റിന്റെ ഭയങ്കര ദേഷ്യമായി. അദ്ദേഹം ചാടി എഴുന്നേറ്റ് ക്ഷുഭിതനായിട്ട് വിളിച്ചു ചോദിക്കുക, നിന്റെ പേരെന്താ? അവൻ വിളിച്ചു പറഞ്ഞു, എന്റെ പേര് അലക്സാണ്ടർ. അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഞെട്ടിപ്പോയി. അദ്ദേഹം അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ, ഒന്നുകിൽ നിന്റെ പേര് മാറ്റണം, അല്ലെങ്കിൽ നിന്റെ പെരുമാറ്റം മാറ്റണം. മനസ്സിലായോ? പിടികിട്ടിയോ? ഹല്ലേലൂയ. നീ ഈ രാജ്യത്ത് ഹല്ലേലൂയ ഒരു വലിയ ഹല്ലേലൂയ രാജാവുണ്ട്. എന്റെ പേരാരാണെന്ന് അറിയാമോ? അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നാ. അലക്സാണ്ടർ എന്നാ എന്റെ പേരിലുള്ള നീ ഉറങ്ങിക്കഴിഞ്ഞാൽ അത് എനിക്കാ കുഴപ്പം. മേലിൽ ഉറങ്ങരുതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു വന്നിതാ, ഇന്ന് രാത്രി ചില വ്യക്തികളുടെ പേര് മാറണം, ഇല്ലെങ്കിൽ ചില വ്യക്തികളുടെ പെരുമാറ്റം മാറണം. ആമേൻ. ഈ ദേശത്ത് ചില യൗവനക്കാരുടെ പേര് മാറണം, ഇല്ലെങ്കിൽ അവരുടെ പെരുമാറ്റം മാറണം.